അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും ട്രംപിന്റെ അടുത്ത സുഹൃത്തുമായിരുന്ന എലോൺ മസ്കും തമ്മിലുള്ള വാക്പോരാണ് ഇപ്പോൾ ഈ ചർച്ച. നമ്മൾ ഈ റിപ്പോർട്ടിൽ അതാണ് കേട്ടത്. ഇവരുടെ സൗഹൃദത്തിന്റെ തുടക്കത്തിൽ തന്നെ പലരും പറഞ്ഞു ഇന്ന് ഇത് അധികം നാളൊന്നും പോകാനുള്ള ബന്ധമല്ല എന്ന്. പക്ഷേ ഇത്ര പെട്ടെന്ന് ഇങ്ങനെയൊരു ട്വിസ്റ്റ് ആരും പ്രതീക്ഷിച്ചില്ല. എന്താണ് ഈ ബന്ധം, എങ്ങനെയാണ് തർക്കങ്ങൾ തുടങ്ങിയെന്ന് നമുക്ക് വേഗത്തിൽ ഒന്ന് നോക്കാം. അതായത് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അമേരിക്കൻ പ്രസിഡന്റ് സ്ഥാനാർത്ഥിയായി വരുമെന്ന് കേട്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് ഏറ്റവും ആദ്യം പിന്തുണ പ്രഖ്യാപിച്ചത് ശതകോടീശ്വരനായ എലോൺ മസ്ക് ആണ്. അതായത് ആ ക്യാമ്പയിന് മുഴുവൻ, ഡൊണാൾഡ് ട്രംപിന്റെ ക്യാമ്പയിൻ സമയത്ത് മുഴുവൻ അദ്ദേഹത്തിന് കൂടെ ഉണ്ടായിരുന്നു, പണം ചെലവാക്കി. അങ്ങനെ എല്ലാ സമയത്തും ട്രംപിന്റെ ഉറ്റ സുഹൃത്തായിരുന്നു, എല്ലാത്തിനും കൂടെ നിന്ന വ്യക്തിയാണ് എലോൺ മസ്ക്. 24 ട്രംപിന് പിന്തുണ പ്രഖ്യാപിച്ചപ്പോൾ തുടങ്ങിയ സൗഹൃദമാണ്. സർക്കാർ രൂപീകരിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ആ പിന്തുണയ്ക്കുള്ള നന്ദി എന്ന നിലയ്ക്ക് ഉപദേശകനായുള്ള നിയമനം അദ്ദേഹത്തിന് നൽകുന്നു. ഡോഡ്ജ് എന്ന ഒരു സംവിധാനമൊക്കെ ഉണ്ടാകുന്നു. അങ്ങനെ നല്ല രീതിയിൽ മുന്നോട്ട് പോകുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടത്. ഒരുപക്ഷെ ദിവേഷിന് ഓർമ്മയുണ്ടാകും, ഈ ഡൊണാൾഡ് ട്രംപ് വീണ്ടും വൈറ്റ് ഹൗസിലേക്ക് എത്തിയതിനു ശേഷം എലോൺ മസ്കിന്റെ കുട്ടികളും എലോൺ മസ്കിന്റെ സുഹൃത്തുക്കളും ഒക്കെ ആ വൈറ്റ് ഹൗസിന്റെ ഭാഗമാണ്. അത്രയും അടുത്ത ഊഷ്മളമായ ബന്ധമായിരുന്നു രണ്ടുപേരും, രണ്ട് കുടുംബങ്ങളും തമ്മിലുണ്ടായിരുന്നത്. അപ്പം കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല അദ്ദേഹത്തിന് നൽകുന്നു. എങ്ങനെയാണ് അവിടുത്തെ യുവത്വത്തെ, അവിടുത്തെ തൊഴിൽ സാധ്യതകളെയൊക്കെ കൂടുതൽ മികവുള്ളതാക്കി മാറ്റാൻ ഉള്ള ശ്രമങ്ങൾ, പദ്ധതികൾക്കൊക്കെ ഉള്ള ചുക്കാൻ പിടിക്കാൻ എലോൺ മസ്കിനെയാണ് ട്രംപ് നിയോഗിച്ചത്. അത് കഴിഞ്ഞാണ് ഒരു ബിഗ് ബ്യൂട്ടിഫുൾ ബിൽ. ഈ ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലാണ് ഈ തർക്കങ്ങൾക്കൊക്കെ തുടക്കം വെച്ചിട്ടുള്ളത്. ബിഗ് ബ്യൂട്ടിഫുൾ ബില്ല് അത് സർക്കാരിന്റെ ചുരുക്കി പറഞ്ഞാൽ ജനക്ഷേമ പ്രവർത്തനങ്ങൾക്ക് വേണ്ടി സർക്കാരിന്റെ ചെലവ് വർദ്ധിപ്പിക്കും, അതോടൊപ്പം തന്നെ പ്രാദേശികമായുള്ള നികുതി കുറയ്ക്കും. ഇതാണ് ബിഗ് ബ്യൂട്ടിഫുൾ ബില്ലിലൂടെ ഡൊണാൾഡ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതിനെതിരെ ശക്തമായാണ് എലോൺ മസ്ക് രംഗത്ത് വന്നത്. അങ്ങനെയാണെങ്കിൽ കാര്യക്ഷമ വകുപ്പിന് ഒരു ആവശ്യമേ ഇല്ല എന്നുള്ളതായിരുന്നു എലോൺ മസ്കിന്റെ നിലപാട്. പേരിന് നേരെ വിപരീതം. ഏറ്റവും ബ്യൂട്ടിഫുൾ എന്നതിന് നേരത്തെ ഏറ്റവും അഗ്ലി ആയിട്ടുള്ള ടേണിൽ ഈ കാര്യങ്ങൾ പോയെന്നാണ്. ട്രംപിനെതിരെ ലൈംഗിക പീഡനം വരെ ആരോപിക്കുന്ന ഈ കാര്യക്ഷമതാ വകുപ്പിന്റെ ചുമതല അദ്ദേഹം ഒഴിയുന്നു. ശേഷം ട്രംപിനെതിരെ ലൈംഗിക പീഡന ആരോപണം എലോൺ മസ്ക് മുന്നോട്ട് വയ്ക്കുന്നു. അങ്ങനെ ഒരു തരത്തിലും ഉൾക്കൊള്ളാൻ പറ്റാത്ത നിലയിലേക്ക് ആ സൗഹൃദം വഴിപിരിയുകയായിരുന്നു. രണ്ടുപേരും, ഇപ്പൊ എലോൺ മസ്ക് ആണെങ്കിലും ശരി, ഡൊണാൾഡ് ട്രംപ് ആണെങ്കിലും ശരി, രണ്ടുപേരും സമൂഹ മാധ്യമങ്ങളിലൂടെയാണ്. നമുക്കറിയാം ഡൊണാൾഡ് ട്രംപ് എക്സിലില്ല, എക്സിന്റെ ഉടമയാണ് എലോൺ മസ്ക്. എലോൺ മസ്ക് എക്സിലൂടെയും അതോടൊപ്പം തന്നെ ഡൊണാൾഡ് ട്രംപ് ട്രൂത്ത് സോഷ്യലിലൂടെയുമാണ് ഈ ആരോപണങ്ങളൊക്കെ വരുന്നത്. ഒരു ഉപയോക്താവ് ഈ പറയുന്ന ഈ ലൈംഗിക ബാലപീഡന കേസാണിത്, അതിൽ ഡൊണാൾഡ് ട്രംപിനും പങ്കുണ്ടെന്ന് പറയുന്നു. അത് റീട്വീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് എലോൺ മസ്ക്. എന്നിട്ട് അതിൽ അന്വേഷണം വേണം, JD വാൻസിന് അമേരിക്കൻ പ്രസിഡന്റ് ആക്കണം എന്നൊക്കെ പറയുന്നത്. അത് മാത്രമല്ല, നമുക്ക് അറിയാം അമേരിക്കയിൽ ഡെമോക്രാറ്റിക് പാർട്ടിയുണ്ട്, റിപ്പബ്ലിക്കൻ പാർട്ടിയുണ്ട്. ഒരു പോൾ നടത്തുകയാണ് എലോൺ മസ്ക്. ആ പോളിൽ ഒരു പുതിയൊരു പാർട്ടി രൂപീകരിക്കും. അപ്പൊ എലോൺ മസ്കിന് ഒരു രാഷ്ട്രീയ പാർട്ടി കൂടി ഒരുപക്ഷെ അമേരിക്കയിൽ വരുമെന്ന ചർച്ചകളും നടക്കും. 50% പേരുടെയൊക്കെ പിന്തുണ അതിനുണ്ടാകുമെന്ന പ്രതീക്ഷയാണ് എലോൺ മസ്ക് പ്രകടിപ്പിക്കുന്നത്. പക്ഷേ അതിന് പിന്നാലെയാണ് ഇത്തരം കാര്യങ്ങളുമായി, ഇത്തരം വലിയ ആരോപണങ്ങളുമായി മസ്ക് മുന്നോട്ട് വരുമ്പോൾ ട്രംപിന്റെ മറുപടി ഇങ്ങനെയാണ്. കരാറുകൾ, സബ്സിഡികൾ, എലോൺ മസ്കിന്റെ കമ്പനികൾക്കടക്കം നൽകിയിട്ടുള്ള കരാറുകൾ, സബ്സിഡികളൊക്കെ റദ്ദാക്കിക്കൊണ്ടുള്ള ഒരു തീരുമാനത്തിലേക്ക് ട്രംപും പോകും. അത് മസ്കിനെ സംബന്ധിച്ച് വലിയ തിരിച്ചടി തന്നെയാണ്. കാരണം ടെസ്ലയുടെ ഓഹരി ഷെയറുകളൊക്കെ ഇന്നലെയൊക്കെ വലിയ രീതിയിൽ വിറ്റഴിക്കപ്പെടുന്നുണ്ടായിരുന്നു. അപ്പോൾ ശതകോടീശ്വരനാണ്, പക്ഷേ കമ്പനി നഷ്ടത്തിലേക്കാണോ, അല്ലെങ്കിൽ കമ്പനിയുടെ ഓഹരിയുടെ മൂല്യം ഇടിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ തർക്കം കാരണം. അതിനുള്ള മസ്കിന്റെ മറുപടി പക്ഷേ ഡ്രാഗൺ പേടകം ഉടൻ കമ്മീഷൻ ചെയ്യുമെന്ന മസ്കിന്റെ ഒരു, നമുക്കറിയാം സ്പേസ് എക്സ്, നാസ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കഴിഞ്ഞ വലിയ ബഹിരാകാശ ദൗത്യങ്ങൾ എങ്ങനെയാണ് സ്പേസ് എക്സ് ഇടപെട്ട് അതിനെ രക്ഷിച്ചു കൊണ്ടുവന്നതെന്നൊക്കെ അറിയാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ഏത് നിലയിലാണ് ഈ ഒരു യുദ്ധം, അത് ഇവർ രണ്ടുപേരും ചേരുമ്പോൾ അമേരിക്കയ്ക്ക് വലിയ സാധ്യതകൾ തുറന്നു കിട്ടുന്നു എന്നതായിരുന്നു ആദ്യത്തെ പ്രതീക്ഷകളെങ്കിൽ അതെല്ലാം നേരെ തിരിച്ച് മറിയുന്ന കാഴ്ചകളാണ്